ഹായ് മേക്ക് ആൻഡ് സീ ദ വേൾഡിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ മണാലിയിലുള്ളത്. നമ്മൾ ഇന്നലെയാണ് മണാലിയിലെത്തിയത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ കാണിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അടിപൊളിയായിട്ടൊരു വീഡിയോ ആയിരിക്കും. അതായത് നമ്മൾ അഡൽട്ട് ടണൽ, അതായത് വേൾഡിൽ തന്നെ ഏറ്റവും വലിയ അതായത് 10,000 അടി ഉയരത്തിൻ്റെ മേലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അവിടെയുള്ള ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള അഡൽട്ട് ടണലിലേക്കാണ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത്. അഡൽട്ട് ടണലിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്താ പറയുക കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ടുള്ള നല്ല ഗംഭീരമായ കാഴ്ചകൾ കാണാം. അഡൽട്ട് ടണലുണ്ട്, സൊളാങ് വാലി, അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇടുമ്പ ടെമ്പിൾ, പിന്നെ വശിഷ്ഠ്, ഇവിടുത്തെ ലോക്കൽ സൈറ്റ് സീയിങ്ങൊക്കെ നമ്മൾ ഇന്നലെ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അത് കാണാത്തവർ ഇവർ കാണുക. അപ്പോൾ ഇവിടെ നല്ല മൈനസിലാണ്. ഇപ്പോൾ മണാലിൽ ഇപ്പോൾ -5 ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ രാവിലെ 8:30 9 മണിക്കാണ് നമ്മൾ ടാക്സി ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനും അഞ്ചും അൻവയും കൂടിയിട്ടാണ് നമ്മൾ മണാലി ട്രിപ്പ് നമ്മളെടുത്തത്. മണാലിയും ഡൽഹിയും കൂടെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് മുന്നിലെ വീഡിയോസ് നിങ്ങളൊക്കെ ഡൽഹിയിൽ ഫസ്റ്റ് ഡേ കണ്ടിരുന്നു. ഓക്കെ, അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾ ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക. കാരണം ഒരുപാട് കാഴ്ചകൾ, ഒരുപാട് ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ മണാലി അപ്ഡേറ്റ്സ് നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, നല്ല തണുപ്പാണ്. ഞാൻ ജാക്കറ്റ്സ് നോക്കിയത്, ഹെഡ്സെറ്റ് നല്ല 2 തെർമൽസും ജാക്കറ്റ്സും ഒരുപാട് സംഭവങ്ങൾ ഇട്ടിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടി 9 മണിക്ക് വരും. അപ്പം അന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നിൽക്കുന്ന ഹോട്ടൽ ഇതാണ്. ഇവിടെയാണ് നമ്മുടെ ഹോട്ടൽ സ്മഗ്ലേഴ്സ് എന്ന് പറയുന്ന. ഞാൻ അതിൻ്റെ പുറത്തുള്ള വ്യൂ കാണിച്ചു തരാം. ഇവിടെ കുറേ കളിക്കുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെ പുറത്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഹോട്ടൽ സ്മഗ്ലേഴ്സ് ഹോട്ടൽ പൈററ്റ്സ് റിസോർട്ട് ഹോട്ടൽ സ്മഗ്ലേഴ്സ് എന്ന് പറയുന്ന ഹോട്ടലാണ് നമ്മൾ ഇന്നലെ സ്റ്റേ അടിച്ചത്. ഈ ഒരു ഹോട്ടലിനെ പറ്റി പറയുകയാണെങ്കിൽ ഏകദേശം നമ്മൾ 4 ഡേയ്സാണ് ഇവിടെ സ്റ്റേ ചെയ്യുന്നത്. ഒരു 1 ഡേ സ്റ്റേ എന്ന് പറയുന്നത് ഏകദേശം 4,000 രൂപയാണ് ഇന്ത്യൻ രൂപയാണ് വരുന്നത്. നല്ല എക്സ്പെൻസീവാണ്. അതായത് സെൻട്രലൈസ്ഡ് ഹീറ്റഡ് റൂമുണ്ട്, എയർ കണ്ടീഷൻ, റെസ്റ്റോറൻറ്റ്സ് എല്ലാം അവൈലബിൾ ആണ്. നല്ല അടിപൊളി ഫുഡുമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഏകദേശം ഇത് മാൾ റോഡിൽ നിന്ന് നിങ്ങൾ ഒരു അടുത്താണ്. ഒരു 5 കിലോമീറ്റർ എന്നല്ല, ഒരു 10 മിനിറ്റ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഹോട്ടലിൽ എത്താവുന്നതാണ്. ഇപ്പോൾ അൻവേ 5 വന്നിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം. ഫോട്ടോ എടുക്കാം. ഗാർഡൻ ഡേയിലുണ്ട്. അൻവേ ഇങ്ങോട്ട് നോക്ക്, ഫോട്ടോ എടുക്കാം. നല്ല അടിപൊളി ഫോട്ടോ എടുക്കാം. അൻവേ നല്ല ഗംഭീരമായ ജാക്കറ്റെല്ലാം ഇട്ട് സെറ്റായിട്ടുണ്ട്. 3 ലെയർ എത്ര ലെയർ ഇട്ടിട്ടുണ്ട് അൻവേ? 5 കൂടെ ഉണ്ട്. ഓക്കെ, ഇത് നമ്മൾ ചെയ്താൽ അതിൻ്റെ ലുഡോ ബോർഡല്ലത്. ലുഡോ ബോർഡ് ഇതാ, ചെറിയ പിള്ളേർ കളിക്കുക ലുഡോ. ഇങ്ങനെ ഇട്ടിട്ട് ലുഡോ കളിക്കാൻ അറിയില്ല. ഇങ്ങനെ ഇടുക, ഒന്ന് വന്നു കഴിഞ്ഞാൽ മൂവ് ചെയ്യും, എന്നിട്ട് കളിക്കുന്ന സംഭവം അത്. ടേബിൾ ടെന്നീസ് ഉണ്ട്, മറ്റേ ഇതുണ്ട്. അൻവേൻ്റെ തൊപ്പിയും ജാക്കറ്റെല്ലാം നമ്മൾ ഓൺലൈനിൽ മണാലി വരുമ്പോൾ നമ്മൾ ഓർഡർ ചെയ്തതാണ്. ഇവിടുത്തെ തെർമൽസ്, ഷൂസ്, മറ്റുള്ള സംഭവങ്ങളൊക്കെ 5 ഓർഡർ ചെയ്ത സംഭവങ്ങളാണ്. ഇതിപ്പോൾ ഇതിൻ്റെ ഈ ജാക്കറ്റിൻ്റെ അകത്ത് തന്നെ വേറൊരു ജാക്കറ്റ് ഉണ്ട്. പിന്നെ അതിൻ്റെ താഴെ ഡ്രസ്സ്, തെർമൽസ്, അങ്ങനെ ഒരുപാട് ലെയറിങ് വരുന്നുണ്ട്. അത് മറ്റേ ഇതവിടെ ക്യാരം ബോർഡ്. അപ്പോൾ പുറത്ത് 2 ഫോട്ടോ എടുക്കാം. അല്ല വന്നിട്ടില്ല, വേണ്ട പുറത്ത് കൊണ്ട്. ഇപ്പോൾ നല്ലതാണ്. ഇപ്പോൾ വരും. നമ്മളെ ഇന്ന് പോകുന്ന നമ്മളെ വണ്ടി ഇതാട്ടനാ. ഇതാണ് വണ്ടി. ഈ വണ്ടിയിലാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത്. ഓക്കെ, ഇതാണ് നമ്മളെ ബായ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ബായ്. ടുഡേ ഐ സിറ്റിംഗ് ഫ്രണ്ട് സൈഡ്. ഓക്കെ നാ ഐ ക്യാൻ സിറ്റ് ബിക്കോസ് ഐ വാണ്ട് ടു ടേക്ക് വീഡിയോ. നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ചേട്ടൻ ഇതാണ്. സേ ഹായ്. 5 ബാക്കിലുണ്ട്. ഓക്കെ, നമ്മളെ അഡൽട്ട് ടണൽ സ്റ്റാർട്ട് നൗ. ഞാൻ ഓൾട്ടോ ആട്ടണം. ഓൾട്ടോ तुम्हारा गाड़ी ऑल्टो है क्या? ऑल्टो നമ്മളെ വടക്കിനാണെങ്കിൽ ഓൾട്ടോ ആണ്. ചങ്ങായി ഭയങ്കര വൈബാണ്. ഇത് ഞാൻ തന്നെ ഹോട്ടലിൽ ഏൽപ്പിച്ച ഒരു ടാക്സി ഡ്രൈവറാണ്. ഇവിടെ നമ്മൾ 3-4 ദിവസം പരിപാടിക്കെല്ലാം പുള്ളി തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ അഡൽട്ട് ടണൽ ഭാഗത്തെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സത്യാജീൻ്റെ ചെറിയ സ്റ്റോറി, മണാലിൻ്റെ സത്യാജി बोलो मनाली का एक्सपीरियंस तुम्हारा काम अच्छा है ना? हाँ, സത്യാജി ഇതർ से काम करता है ना. 5 months പുള്ളി പറയുന്നത്. പുള്ളി 5 മാസം ഒരു ടാക്സി ഡ്രൈവറും ബാക്കി 7 മാസം ആപ്പിൾ കാ ഫാം. 7 മാസം ആപ്പിളിൻ്റെ ഫാമിംഗ് ആണ് പുള്ളീൻ്റെ വർക്ക്. അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. അടിപൊളിയല്ലേ? നമ്മുടെ ഹോട്ടലിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങി അങ്ങോട്ടേക്ക് അഡൽട്ട് ടണലിലേക്ക് പോകുന്ന വഴിയാണിത്. പോകുന്ന വഴിക്ക് നമുക്കിങ്ങനെ ഒരുപാട് മലയും കണ്ടാ മഞ്ഞിൻ്റെ മല ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും.
നമ്മളിപ്പോൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഏകദേശം ഒരു 2 കിലോമീറ്റർ മാറിയപ്പോൾ നമുക്കിവിടെ മാൾ റോഡ് കാണാൻ പറ്റും. ഇതാണ് മണാലിയിലെ മാൾ റോഡ് എന്ന് പറയുന്നത്. ഈ സൈഡ് വൈകുന്നേരങ്ങളിലും ഭയങ്കര വൈബായി ന്യൂ ഇയർ ക്രിസ്മസ് സെലിബ്രേഷൻ നടക്കുന്ന ഒരു ഏരിയ ആണ് ഈ മാൾ റോഡ് എന്ന് പറയുന്നത്. നമുക്ക് കാണാൻ പറ്റുമോ? നിങ്ങൾ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടോ? ക്രിസ്മസാ അവിടെ കുറേ ബലൂണെല്ലാം കെട്ടിയിട്ടുണ്ടോ ക്രിസ്മസ് സെലിബ്രേഷനിലോ? നമുക്കൊരു ദിവസം മാൾ റോഡിൽ വന്നിട്ട് വരാം. ഇപ്പം തന്നെ രാവിലെ ഭയങ്കര ആക്റ്റീവാണ് ഇവിടെ. രാവിലെ എല്ലാവരും അഡൽട്ട് ടണലിലേക്ക് പോകുന്ന ആൾക്കാർ അഡൽട്ട് ടണലല്ല, എല്ലാ ടൂറിസ്റ്റ് പ്ലേസുകൾക്കും പോകുന്ന ആൾക്കാർ തിരക്കാന്ന് പറഞ്ഞാൽ രാവിലെ നോക്കിയിട്ട്. ഇന്ന് ഫ്രൈഡേ ആണ്, എൻ്റെ ഒരു ഭയങ്കര തിരക്കായ സീസണിൽ. നമ്മളെ ഷോർട്ട് കട്ടിൽ കൂടെ കൊണ്ടിട്ട് ഇവിടെ ബ്രിഡ്ജുണ്ട്. നല്ല രസമുണ്ടാണ്, നല്ല രസമുണ്ടാണല്ലേ. നല്ല ഒരു റിവറും ഉണ്ട് ഇവിടെ. എനിക്ക് മിലിറ്ററി ബ്രിഡ്ജാണുണ്ടല്ലോ ഇത്. എല്ലാവരുടെയും ട്രാഫിക് തന്നെ, മൊത്തം ട്രാഫിക്കിനൊക്കെ കയറും കളി. ഇതാണ് നമ്മുടെ ബിയാസ് റിവർ. നമുക്കിവിടെ ബോർഡ് കാണാൻ പറ്റും. അഡൽട്ട് ടണൽ റോത്താങ് 24 കിലോമീറ്റേഴ്സ്. ദ ബോർഡർ റോഡ്സ് ഓഫ് ഓർഗനൈസേഷൻ വെൽക്കംസ് യു ഓൺ മണാലി. ഉണ്ടോ? ഇത് ലേയിലേക്കും അഡൽട്ട് ടണലിലേക്കെല്ലാം പോകുന്ന റൂട്ടാണ്. നമ്മൾ പോകുന്ന വഴിക്കെല്ലാം ഈ ചെറിയ ചെറിയ സ്നോ ജാക്കറ്റിൻ്റെ ഷോപ്പുകൾ കാണാൻ പറ്റും. അപ്പോൾ ഈ സോലാങ് വാലെ അഡൽട്ട് ടണലിൻ്റെ ഭാഗത്ത് പോകുമ്പോൾ നമ്മൾ റെൻറ്റിന് നമുക്ക് ഈ സ്നോ ജാക്കറ്റ് കിട്ടും. അതാണ് ഈ എഴുതി ചെയ്യുന്നുണ്ടോ, ഷോപ്പ് നമ്പർ 305. ഒരുപാട് ഷോപ്പുകൾ ഇട്ടുണ്ട്. ഈ അങ്ങോട്ട് പോകണമെങ്കിൽ മസ്റ്റായിട്ടും ഈ ഒരു സ്നോ ജാക്കറ്റ് ആൾക്കാർ കൈ കിട്ടുന്നുണ്ടോ. ഇത് റെൻറ്റിന് കൊടുക്കുന്നതാണ് ഈ സ്നോ ജാക്കറ്റുകൾ. നമ്മുടെ ചേട്ടൻ പറഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയിട്ട് പോകാം, അല്ലെങ്കിൽ ട്രാഫിക്കാണ്, അതുകൊണ്ടാണ്. കുറേ സ്ഥലങ്ങളുണ്ടാവും. ഈ സൈഡ് കാണുന്നതെല്ലാം ഈ ബിയാസ് റിവറാണ്. ഫുള്ള് വറ്റിയിട്ടുള്ളത്. വിൻ്റർ സീസണിൽ ബിയാസ് റിവർ വെള്ളം ഉണ്ടാവില്ല. ഇതാണ് സമ്മറിലാണ് വെള്ളം കൂടുതൽ ഉണ്ടാവുക. ബിയാസ് റിവർ ഫുള്ള് വറ്റിയിട്ടുള്ളത്. ആ സൈഡ് ഫുള്ള് എനിക്കൊന്ന് അഡൽട്ട് ടണൽ ഏരിയ ഫുള്ള് മഞ്ഞ്. നമുക്ക് പറ്റുമെങ്കിൽ ചിലപ്പോൾ സ്നോഫോൾ കാണാൻ പറ്റും. മണാലിയിലെ ലോക്കൽ ഹൗസ് കണ്ട ഇവിടെ ഇവിടെയെല്ലാം മഞ്ഞ് കൊണ്ടുണ്ട്. അവിടെ അവർ ഫസ്റ്റ് ഫ്ലോറിൽ കുറേ മരങ്ങളിങ്ങനെ വെച്ചിട്ട് ഉണ്ടോ. ഇതുകൊണ്ട് വിൻ്റർ സീസണിൽ വേണ്ടിയിട്ട് കളക്ട് ചെയ്യുന്ന വുഡാണ് ഉണ്ടോ. ഇപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ സോളാങ് വാലയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോളാങ് വാലയിലെ സ്നോ പോയിൻ്റ് കാണാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നല്ല മഴയും ചെറുതായിട്ട് സ്നോ എല്ലാം ഇപ്പോൾ വീണ് കിടക്കുന്നുണ്ട്. ഇതാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഡ്രസ്സിലൂടെ ഇട്ടിട്ടുണ്ട്. ഇതാണ് നമ്മളിപ്പോഴത്തെ അവസ്ഥ. സ്നോ ജാക്കറ്റുകൾ ഇട്ടിട്ടുണ്ട്. ഇതിന് റെൻറ്റ് 200 ബാത്ത വരുന്നത്. പിന്നെ കുറേ ഗ്ലൗസും കാര്യങ്ങളും ഇട്ടിട്ടുണ്ട്. റെൻറ്റ് ചെയ്തോ വേ 5 ബാക്കിലുണ്ട്. എല്ലാവരും ഇട്ടിട്ടുണ്ട്. ഞാൻ ഉറങ്ങുന്ന അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ലെറ്റ്സ് ഗോ ഫോർ ദിസ് സോലാങ് വാലെ. അഡൽട്ട് ടണൽ ഇന്നത്തെ പരിപാടി ക്യാൻസലാണ്. പോകാൻ പറ്റുമെന്ന് അറിയില്ല. നമ്മുടെ ഫ്രണ്ടിൽ ഫുള്ള് മഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. നോക്കിക്കോ, സ്നോവും എല്ലാം വന്നതോ സൈഡിലെല്ലാം നോക്കിക്കോ. ഈ ഒരു ടൈമിൽ ഫുള്ള് ഭയങ്കര എന്താ പറയുക ട്രാഫിക്കാണ്. അത് പ്രശ്നം. സോളാങ് വാലെ 3 കിലോമീറ്റർ. ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ. ബോർഡർ റോഡ് BRO എന്ന് പറയുന്നത് ബോർഡർ റോഡ് ഓർഗനൈസേഷനാണ്. അഡൽട്ട് ടണൽ എന്ന് പറയുന്നത് 14 കിലോമീറ്റർ. അത് നമുക്ക് പോകാൻ പറ്റില്ല ഈ ഒരു സമയമായതുകൊണ്ട് തന്നെ. നമുക്ക് സോളാങ് വാലെ മാക്സിമം സ്നോ ആക്ടിവിറ്റി മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, ഇതെല്ലാം റൈഡിങ്ങിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന കുതിരകളാണ്. നോക്കോ, ചെറിയ കുതിരകൾ നമുക്കിവിടെ കാണാൻ പറ്റും. കണ്ടോ, പുറകിൽ നല്ല മഞ്ഞ് മലകൾ, സൈഡിലേക്ക് കൂടി കുതിരകൾ പോകുന്നു. നല്ല ബ്രിഡ്ജ്, ചെറുതായി മഴ പെയ്യുന്നുണ്ട്. സ്നോ ആണോ മഴയാണോ എന്താണെന്നറിയില്ല, നോക്കാം. അങ്ങനെ നമ്മൾ ഫൈനലി സ്നോ പോകാൻ തുടങ്ങിയിട്ടുണ്ട് സോലങ് വാലയിൽ. ഓ, സ്നോ 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 എവിടാ മഴയുടെ സ്നോ ഉണ്ട്. ചെറിയ സ്നോ ഇതാ. ഓ, സ്നോ പോകുന്നുണ്ടോ? അങ്ങനെ മണാലിയിൽ മഞ്ഞ് നടന്നോ. മണാലിയിൽ മഞ്ഞ് വീണ് തുടങ്ങിയിട്ടുണ്ട്. രക്ഷ നമ്മൾ റോപ്പ് വേ തേടിയിട്ട് പോവാണ്. അപ്പോൾ അപ്പുറം നടക്കുക. മഞ്ഞ് വീണ് തുടങ്ങി മക്കളെ, മഞ്ഞ് വീണ് തുടങ്ങി.
കാണണം. നല്ല മഞ്ഞാണല്ലോ. മഞ്ഞോട്ട് മഞ്ഞ് ഇങ്ങോട്ടല്ല പറഞ്ഞാൽ വാ. നമുക്കിനി റോപ്പയിലേക്ക് നമ്മൾ പോവാണ്. റോപ്പയിൽ കയറിയിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് റൈഡ് നടക്കാം. നോക്കണേ ഉരിഞ്ഞു പോകുന്നു. എന്തേ നോക്കിക്കൊള്ളാം. ഫുള്ള് ഐസ് ആട്ടോ ഇല്ലല്ലോ. ആ വേണ്ട വാങ്ങിക്കോ, മെല്ലെ വാങ്ങിക്കോ. ഫുള്ള് സ്നോ ആട്ടരാ. നല്ല ഹെവി സ്നോ ഫോള് വീണ് തുടങ്ങിയിട്ടുണ്ട്. എന്നാലും നമുക്ക് റോഡിൽ നോക്കിയിട്ട് നിങ്ങൾ ഹെവി സ്നോ ഫോളാ. ഒന്നും പറയണ്ട, രക്ഷയില്ല. ഹെവി സ്നോഫോൾ മണാലി. നല്ല ഹെവി സ്നോഫോൾ ആട്ടാ. ഹെവി സ്നോഫോളാ നോക്കിട്ടെ. ഒരു രക്ഷയില്ലാത്ത സ്നോഫോൾ. ഇതാ ഇവിടുന്ന് കളിച്ചോ അൻപ. ഇവിടെ കുറേ സ്നോ ഉണ്ടല്ലോ, അടുത്ത് വാരി കളിച്ചോ. നമ്മുടെ രാജമ്മ ചാവൽ വന്നിട്ടുണ്ട്. രാജമ്മ ചാവൽ നല്ല ചൂട് ചാവൽ വന്നത്. രാജമ്മ ചാവൽ വന്നിട്ടുണ്ട്. നമ്മളിതാ ഓർഡർ ചെയ്തിരുന്നു. രാജമ്മ ചാവൽ ബാക്കിൽ നല്ല മഞ്ഞ് പോകുന്നുണ്ട്. ഓ ഒന്നും പറയണ്ട. ഇന്നോ രാജമ്മ ചാവലെന്നോ രസമുണ്ടോ അത് നോക്കിയിട്ട്. മഞ്ഞിപ്പോൾ വീണോണ്ട് കേട്ടോ, രക്ഷയില്ല. ബാക്കിലൊക്കെ കണ്ടാൽ അറിയാം. നല്ല മഞ്ഞിങ്ങനെ വീണോണ്ടിരിക്കുന്നത്. നല്ല പുക വരുന്നുണ്ട്. രസമുണ്ടോ? നോക്ക് നല്ല രസമുണ്ട്. ടേസ്റ്റ് ചോറാ തിന്നോ നോറാ. തണുപ്പിലേക്ക് പുകയുണ്ടോ? വായന പോകാൻ കാണിച്ചോട്ടെ. ഓ നല്ല പോയിട്ടുണ്ട്. ഒന്ന് കാണിച്ചോടേക്ക്, ഒന്ന് കാണിച്ചോട്ടെ. ഫുഡ് നല്ല ചൂടോടെ കഴിക്കുമ്പോഴാണ് നല്ല പുക വരുന്നത് അല്ലേ? കുതിക്കോ. എങ്ങനെ അൻവയായിട്ട് വെച്ച് ചെയ്യുന്നുണ്ട് അല്ലേ? അടിപൊളി. ആ ബ്രെഡ് കടിച്ചിട്ട് വായന പുക കാണിക്കും. ബ്രെഡ് കടിച്ചിട്ട് അയമെല്ലാം മതി. ഇവിടെ ഒരുപാട് ചെറിയൊരു സ്ട്രീറ്റ് ഫുഡ് പോലത്തെ കുറവുണ്ട് കേട്ടോ. അവിടെ നമുക്ക് ഇങ്ങനത്തെ ഭക്ഷണങ്ങൾ ഓർഡർ ചെയ്യാം. ഇപ്പോൾ സ്നോഫോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം കേട്ടോ. ചെറിയ ടെൻറ്റ്. വണ്ടിയിലെല്ലാം നോക്കിയിട്ട് വണ്ടിയിലെ ഫുള്ള് ബ്ലോക്കാണ്. കുറേ ബ്ലോക്ക് നടക്കുന്നുണ്ട്. ഇതാണ് മറ്റേ ഫുഡ് കൊടുക്കുന്ന കോർണർ കണ്ടോ. ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇഷ്ടംമാരെ ആക്ടിവിറ്റീസ്. ബഗ്ഗി ജമ്പും എന്നിട്ടോ സംഭവം കണ്ട. നമ്മുടെ റോപ്പ് വേ അവിടെ ഉണ്ട്. റോപ്പ് വേ നമുക്ക് ജസ്റ്റ് ഒന്ന് കയറാൻ പറ്റുമെങ്കിൽ കയറാട്ടണം. ഒരു രക്ഷയില്ലാത്ത സ്നോഫോൾ ആയിട്ടാ. നോക്കിട്ടെ, ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നല്ല സ്നോഫോൾ ഉണ്ട്. നമ്മുടെ വണ്ടീൻ്റെ ഉള്ളിൽ കയറി ഇപ്പോൾ അവസാനം ഒന്നും പറയണ്ട. ഓ അങ്ങനെ സ്നോഫോളായിട്ട് ഇരിക്കണം. എന്താണ് എൻ്റെ അങ്ങനെ അവരുടെ മാരനടി കോമഡി തമാശക്കലടിയാന്നേ. തമാശക്കലടി. ഫണ്ണി ഫൈറ്റിംഗ് വിത്ത് സ്നോ. ഫണ്ണി ഫൈറ്റിംഗ്. ഇപ്പോഴും ഇവിടെ സ്നോഫോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ല. മണാലി ഫുള്ള് സ്നോഫോളാണ്. നോക്കിയട്ടെ, ഫുൾ ലോക്കായിട്ടിരിക്കട്ടെ വണ്ടിയെല്ലാം. ഇവിടെ കുറേ ഹോട്ടൽസ് ഇവിടെ ഉണ്ട്, പക്ഷെ എന്നാലും വണ്ടിയെല്ലാം ഫുൾ ലോക്ക് തന്നെയുണ്ട്. നോക്കിയട്ടെ, എല്ലാവരും ലോക്കായിട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ നിൽക്കും. നോക്കിയട്ടെ, രക്ഷയില്ല. രസമുണ്ട്. അടിപൊളി വൈബ്. അടിപൊളി വൈബ്. ഇവിടെ ചെറിയൊരു സ്ട്രീറ്റ് ഫുഡ് ഉണ്ടോ.
ഇവരോട് ഇങ്ങനെ ചായയും ഇവരുടെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ചായ ഉണ്ടാക്കാം. ഇവിടെ ഫുള്ള് ബ്ലോക്കാണ്, വണ്ടിയെല്ലാം ഫുൾ ബ്ലോക്കാണ്. ഓക്കേട്ടെ, ഈ അവസ്ഥയാണ് ഇവിടെ ഫുള്ള് മഞ്ഞ് സ്നോഫോൾ. നമ്മൾ ഡ്രൈവർ ഫുൾ ബ്ലോക്കാണ് ഇവിടെ, രക്ഷയില്ല. ഇപ്പം കുറച്ചും കൂടി വലിയ സ്നോ ആണ് ഇപ്പം തുടങ്ങി കേട്ടോ. ഓ, പെടാ സ്നോ. കാർ നോക്കിയിട്ട് ഇതാണ് അവസ്ഥ. ഫുള്ള് ഇതായിട്ട് ലോക്കായി. ആഫ്റ്റർ സ്നോഫോളിന് ശേഷം ഇപ്പോഴത്തെ അവസ്ഥയായത് ഫുള്ള് വണ്ടിയെല്ലാം ലോക്കാണ് കേട്ടോ. ഫുള്ള് ബ്ലോക്കായി കിടക്കുകയാണ്. ഇവിടെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഫുള്ള് സ്നോ ആയിട്ടാ. നോക്കിയിട്ട് വണ്ടി നോക്കിയിട്ടെ, ഫുള്ള് അങ്ങത്തോട് ഫുള്ള് വൈറ്റ് കളറായി മാറിയിട്ടുണ്ട്. രക്ഷയില്ല. എപ്പോൾ ഇവിടുന്ന് പോകുന്ന ഒരു ഐഡിയ ഇല്ല. ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. നല്ല സ്നോ, ഹെവി സ്നോഫോളാണ്. ഇവിടെ ചെറിയൊരു ടീ കോർണറുണ്ട്. ബൈക്കിൽ നോക്കിയിട്ട് റോയൽ എൻഫീൽഡിൻ്റെ ബൈക്കിന് കുറച്ച് ഡേഞ്ചറാണ്. ഓക്കെ, പുതിയൊരു ബൈക്കുണ്ട്. കൈസ്, നമ്മൾ മഞ്ഞിൽ പെട്ടു. ഫുള്ള് മഞ്ഞ് മൂടി കിടക്കുന്ന കാറിനുള്ളിൽ സോലാങ് വാലി നമ്മൾ പെട്ട് കിടക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് 4x4 വണ്ടി വന്നാൽ ഞാൻ മാത്രമേ ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴിയില്ല, വേറെ ഒരു വഴിയില്ല. എന്താ പറയുക അല്ലേ. സോലാങ് വാലി വന്നിട്ട് മണാലി വന്നിട്ട് നമ്മൾ മഞ്ഞ് കണ്ടു, പക്ഷേ ഹെവി സ്നോഫോളാണ്. നോക്കിയിട്ട് ഒന്നും കാണുന്നില്ല നിങ്ങൾ. നോക്കിക്കോ, ഫുൾ ഹെവി സ്നോഫോളാണ്. അൻപിയുണ്ട് ബാക്കിലുണ്ട്, 5 ബാക്കിൽ കാറുണ്ടെങ്കിൽ മനസ്സിലാവും. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അവിടെ ഞാൻ രക്ഷപ്പെടണമെന്ന് ഒരു ഐഡിയ ഇല്ല. നമ്മളങ്ങ് പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ എല്ലാ പാസഞ്ചേഴ്സും ഏകദേശം ഒരു 500,000-1000 കാറുകൾ ഈ മലയിൽ പെട്ട് കിടക്കുകയാണ് ഇപ്പോൾ. ഇവിടെ ഫുള്ള് സോലാങ് വാലി നമ്മൾ കഴിഞ്ഞു കേട്ടോ. ഇവിടെ വണ്ടി നമുക്ക് എന്താ പറയുക, വണ്ടി ലോക്കായി, ഫുള്ള് ലോക്കായിട്ട് എല്ലാ വണ്ടിയും ലോക്കായി കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തോ ഭാഗ്യം കൊണ്ട് ഇവിടെ ഒരു അങ്കിള് നമുക്ക് ഇവിടെ അവസാനം ഒരു റൂം കിട്ടി. അവസാനം ഇവിടെ സ്റ്റേ അടിച്ചിരിക്കുകയാണ്. ഉണ്ടോ, ഇതാണ് ഇവിടെ സീന്. നമുക്ക് കിട്ടിയ റൂം ഇതാണ്. ജസ്റ്റ് നമ്മൾ ഒരു 3000 രൂപയ്ക്ക് ഒരു അങ്കിള് നമുക്കൊരു റൂം ഇട്ട് തന്നു. സോലാങ് വാലിയിൽ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ സീസണിൽ വരുവാണെങ്കിൽ നമുക്ക് തിരിച്ചു പോകാൻ പറ്റില്ല, ഫുൾ ലോക്കായിട്ട് പെട്ടുപോകും. എന്തോ ഭയം കൊണ്ട് നമുക്കൊരു അങ്കിൾ വന്നിട്ട് നമ്മുടെ പറഞ്ഞ റൂമുണ്ട്. ഹോളിഡേ ഇന്ന് പോയി ഞാൻ ചോദിച്ചിട്ട് ഹോളിഡേ ഇന്ന് റൂമൊന്നും ഇല്ല, എന്നിട്ട് ഓരോ കുച്ചവായിരുന്നു. പക്ഷേ ഇവിടെ ഇത് സാധാരണ ലോക്കലായാലൊരു അങ്കിൾ വന്നിട്ട് നമുക്കിവിടെ ഒരു റൂം വന്നത്. വളരെ ലോക്കലായ റൂമാണ്, പക്ഷേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത. നമുക്കിന്ന് എന്തായാലും തിരിച്ചു പോകാൻ പറ്റില്ല നമ്മുടെ ഹോട്ടലിലേക്ക്. കാരണം വെച്ചാൽ ഫുള്ള് സീനാണ്. നിങ്ങൾ കണ്ടില്ലേ, വണ്ടി ഫുൾ ലോക്കാണ്. അൻവയും കൂടി ഇല്ലോണ്ട് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷേ നമ്മുടെ ടാക്സി ഡ്രൈവർ പുറത്തുള്ളത്. പുള്ളി പറഞ്ഞ് 4x4 വന്നാൽ ഞാൻ മാത്രമേ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ വണ്ടി ചെറിയ ഓൾട്ടോ ആയതുകൊണ്ട് പോകാൻ പറ്റിയില്ല. നമുക്ക് നോക്കാൻ ചങ്ങായിനെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് നാളെ അല്ലെങ്കിൽ ഇന്ന് പുള്ളി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു പോകാം. അല്ലെങ്കിൽ നമ്മൾ ഇവിടുത്തെ ഇന്ന് സ്റ്റേ അടിക്കും. സ്റ്റേ അടിക്കുക പൈസ കൊടുത്തു. ഇതിന് 3000 രൂപയാണ് ഇന്നത്തെ പൈസ എന്ന് പറയുന്നത്. ഫുഡെല്ലാം നമുക്ക് കുറച്ച് നമ്മൾ കഴിക്കണം. ആകെ ഫുൾ ടെൻഷനായി പോയി. സോലാങ് വാലി വന്നിട്ട് ഒരു രക്ഷയില്ലാത്ത അവസ്ഥയായി പോയി. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇവിടെ നാട്ടുകാർ ഫുള്ള് മഞ്ഞിൽ പെട്ട് കിടക്കുമ്പോൾ കുറച്ച് ആൾക്കാർ അവിടെ നിന്ന് കാറിൽ ഡാൻസും വെച്ച് കളിച്ചിട്ട് എന്തോ കളിക്കുന്നുണ്ട്. എത്രയോ ജനങ്ങളാണ് മഞ്ഞിൽ ലോക്കായിട്ട് കിടക്കുകയാണ് സോലാങ് വാലി വന്നിട്ട്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. നമുക്കെന്തോ ദൈവം തമ്പുരാൻ്റെ അനുഗ്രഹം പോലെ ഒരു അച്ചാച്ചൻ നമ്മളെ വിളിച്ചിട്ട് റൂം തന്നിട്ടുണ്ട്. പൈസ കൊടുത്ത ശേഷം 3000 രൂപയാണ് കൊടുത്തത്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. പിന്നെ ഇപ്പോൾ എപ്പം പോകാൻ പറ്റുന്ന ഒരു ഐഡിയ ഇല്ല. അമ്മാരി അവസ്ഥ ഇപ്പോൾ നിൽക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ പോവാണ്. ഇവിടെ ഹോളിഡേ ഇന്ന് താഴെ ഹോളിഡേ ഇന്നിൽ ഭക്ഷണം ഇല്ലയെന്നാണ് പറഞ്ഞത്. ഭക്ഷണമല്ല, റൂമില്ല. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. നമ്മൾ പോയിട്ട് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതാണ് രാവിലത്തെ അവസ്ഥ. ഇന്നലെ നമ്മൾ രാത്രിയുടെ ലോക്കായതാണ്. ഇവിടെ ഫുള്ള് ഇന്നലെ സ്നോഫോളായിട്ട് സകല വണ്ടി ലോക്കായിട്ടില്ല. കണ്ടോ രാവിലത്തെ അവസ്ഥയത്. ഫുള്ള് സ്നോഫോളാണ്. ഇവിടെ മരം നോക്കിയിട്ട് और हर एक सब कुछ बर्फ वगैरह इधर ही है।
ഇന്നലെ നമുക്ക് റൂം വന്ന വീഡിയോ ആണ്. ഇന്നലെ നമുക്ക് റൂം വന്ന വ്യക്തിയാണ്. അപ്പോൾ ഇവരുടെ റൂമിലാണ് നമ്മൾ ഇന്നലെ താമസിച്ചാണ്ട. നമ്മുടെ ഹെൽപ്പ് ചെയ്ത പുള്ളിയാണ്. വേറെ ചാനൽ, യൂട്യൂബ് ചാനൽ വീഡിയോ. അപ്പോൾ ഇവിടെ ഫുള്ള് ലോക്കായി. ഓക്കെ ഭയ്യ, ഇതാണ് നമ്മുടെ റൂം കേട്ടോ. ഇവിടെ ഫുള്ള് ലോക്കായി കിടക്കുകയാണ്. ഇപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥകൾ. എത്തിയാ? ഓക്കെ. അപ്പോൾ നമ്മളിന്നലെ ഇവിടെ സ്റ്റെക്കായിട്ട് ഇന്ന് രാവിലെ നമ്മൾ ജിപ്സിക്ക് വേണ്ടിയിട്ട് എന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ ജിപ്സി വരുന്ന പറഞ്ഞു. ഇതാണ് അവസ്ഥ. പുറത്തല്ല, ഫുള്ള് ലോക്കായി കിടക്കാണ്ട്. എല്ലാവരും ജിപ്സിക്ക് 4x4 മാത്രമേ ഇപ്പം വിടത്തുള്ളൂ. നമുക്ക് അവസാനം ജിപ്സി കിട്ടി കേട്ടോ. നമ്മൾ വേറെ ഒരു ടാക്സി ഡ്രൈവർ ഏൽപ്പിച്ചിട്ട് നമുക്ക് ജിപ്സി കിട്ടി. ഫുള്ള് സീനാണ്. 4x4 വണ്ടി മാത്രമേ കടത്തി വിടുന്നില്ല. മൊത്തത്തിൽ നോക്കിയിട്ട് അവസ്ഥ നോക്കിയിട്ട് ഇപ്പോഴും ട്രാഫിക്കാണ് ഫുള്ള് മുമ്പിലുള്ളത്. ഇതെല്ലാം കൂടി പോയതാ. 4x4 ആയതുകൊണ്ട് കിട്ടലായിട്ട് എടുക്കുന്നുണ്ടോ? ഫുള്ള് സ്നോഫോളാണ്. മണാലി ഡിസംബറിൽ വരുമ്പോൾ 4x4 വണ്ടി എടുക്കുക, അതാണ് ഇൻഫർമേഷൻ. ഫുള്ള് സ്നോഫോൾ.